MFO എന്ന് പറയും. വാട്ട് ഈസ് MFO? ഒന്നുമില്ലെങ്കിലും മങ്കി, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് അറിയോ, ഫ്രോഗ്, തവള, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും അറിയാം, ഔൾ. ഔൾ എന്ന് പറഞ്ഞാൽ എന്താ, മൂങ്ങ. 25 വയസ്സ് വരെ നമ്മൾ എന്തായിരിക്കും, MFO ആയിരിക്കും. ചില ആൾക്കാർ 25 30, ബോധം വരൂല. 50 മരിക്കുന്നതിന്റെ തലയത്ത് ബോധം വരൂ. ഇങ്ങനെയൊന്നല്ലായിരുന്നു ഞാൻ ജീവിക്കേണ്ടത്, തെറ്റ് പറ്റിപ്പോയി. ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സ് പറഞ്ഞതുപോലെ, സ്റ്റീവ് ജോബ്സ് ആണ് ആപ്പിളിന്റെ ഫൗണ്ടർ അല്ലേ, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ആശുപത്രി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ജീവിതത്തിൽ. എപ്പോഴും ഒരേ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർക്ക് ബോധം വരില്ല. എന്നാലും മങ്കി ഫിലോസഫി. എന്താ മങ്കി ഫിലോസഫി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മങ്കി ഫിലോസഫി? സെയിൽസുകാർ മങ്കികളാവാൻ പാടില്ല. മങ്കി ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി 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 കളിക്കും. മനസ്സെവിടെയും കോൺസെൻട്രേറ്റഡ് ആവില്ല. എന്തൊക്കെയല്ലോ ചെയ്യുന്നു, എന്തൊക്കെയല്ലോ റിസൾട്ട് കിട്ടുന്നു. രാവിലെ അവള് പറയുമ്പോൾ അവളെ കേൾക്കും, ഇവള് പറയുമ്പോൾ ഇവളെ കേൾക്കും. ടെൻഷൻ അടിക്കുന്നു, നടക്കുന്നു. ആകെ മൊത്തം എന്തൊക്കെയല്ലോ, അവനവനെ കുറിച്ച് ഒരു ധാരണയില്ല. ആർക്കും തിരിക്കാവുന്ന പമ്പരമായി മാറിയിട്ട് അങ്ങനെ പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ് മങ്കി ഫിലോസഫി. അനദർ വൺ ഈസ് കോൾഡ് മങ്കി. കഴിഞ്ഞാൽ പിന്നെന്താണുള്ളത്? ഫ്രോഗ്. നമ്മളെ കിണറിൻ്റെ ഉള്ളിലുള്ള തവളയുടെ അവസ്ഥയാണ്. തവളേനോട് പറയാണ്, മഹാസമുദ്രമുണ്ട്. ഇതല്ലേ സമുദ്രം, ഇതിനപ്പുറം എന്ത് സമുദ്രം? ഈ ട്രിവാൻഡ്രമാണ് ലോകം. ലോകം അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കല്ലേ. അപ്പൊ നമ്മളെല്ലാം ആയി എന്ന് ചിന്തിക്കുന്ന ആ ഒരു ലെവലിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട്, എന്തൊക്കെയോ മാറാനുണ്ട് എന്നുള്ളൊരു സംഗതിയിലേക്ക് നമ്മൾ കയറേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് എ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് കോൾഡ് മങ്കി ആൻഡ് ഫ്രോഗ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔൾ. ഔൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂങ്ങ. മൂങ്ങനെ സംബന്ധിച്ചിടത്തോളം മൂങ്ങ പറയുന്നത് എന്താ? അങ്ങനെ ഒരു സൂര്യനില്ല, അങ്ങനെ ഒരു സൂര്യനില്ല. കാരണം ഇദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരം ആയിരിക്കും, എന്നിട്ട് അദ്ദേഹം വൈകുന്നേരം എഴുന്നേൽക്കും, പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങും. ശരിയല്ലേ? അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു സൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയെ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ കാണാത്തത് കൊണ്ട് അങ്ങനെ ഒരു സംഭവമേ ലോകത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയല്ലേ? ഇപ്പൊ സെയിൽസ് അതുപോലെയാണ്. ഞാൻ എങ്ങനെയൊക്കെയല്ലോ ഇങ്ങനെ വന്നു, റിക്രൂട്ട്മെന്റിലൂടെ വന്നു, ലുലുവിലേക്ക് വന്നു, രാവിലെ സാരി ഉടുക്കുക, വരിക, എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയല്ലോ സംസാരിക്കുക. കസ്റ്റമർ എടുത്തു, എടുത്തില്ലെങ്കിൽ എടുക്കുന്നില്ല, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയല്ല. സെയിൽസ് കൃത്യതയോട് കൂടിയിട്ട് പഠിക്കാൻ സാധിക്കും. കസ്റ്റമർ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, കസ്റ്റമർ വരുന്ന രീതി, കസ്റ്റമർ എങ്ങനെ വെൽക്കം ചെയ്യണം, കസ്റ്റമർ എങ്ങനെ പ്ലേസ് ചെയ്യണം, പ്രൊഡക്റ്റ് എങ്ങനെ എൻഗേജ് ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റ് സെലിബ്രിറ്റിയിലും കണക്കിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഹൈപ്പറിലൊക്കെ ഉള്ള എങ്ങനെ പ്രൊഡക്റ്റ് എൻഗേജ്മെന്റ് കൂട്ടണം, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ BCom-ഉം MBA-യും അല്ലെങ്കിൽ MTech ഒക്കെ പറയുന്നത് പോലെ സെയിൽസ് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ്. കേരളക്കാർക്ക് ബോധം ഇത്രയായിട്ടും വെച്ചിട്ടില്ല. സെയിൽസ് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വിചാരം. അങ്ങനെയല്ല. MBA-യിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് മാർക്കറ്റിംഗ്. MBA-യിൽ പോലും സെയിൽസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ കൂടുതലായിട്ട് മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ MBA-യിൽ സെയിൽസ് പഠിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ താങ്ക്സ് പറയണം ലുലുയുടെ HR-നോട്. കാരണം എന്താണ്? they are conducting training to learn sales. പ്രൊഡക്റ്റ് നോളജ് മാത്രം പോരാ, പ്രൊഡക്റ്റ് നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ സെയിൽസ് സെല് ചെയ്യാനുള്ള സ്കില്ലും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്.